ഹായ്, നമ്മൾ സ്ക്വയേഴ്സ് ആൻഡ് ക്യൂബ് എന്നുള്ള ചാപ്റ്റർ 1 ക്ലാസ് 8 എ സ്ക്വയർ ആൻഡ് എ ക്യൂബ് പാർട്ട് 1 നെക്സ്റ്റ് വീഡിയോ ആണ്. അതിൽ കുറേ ഭാഗം നമ്മൾ പറഞ്ഞായിരുന്നു. 324 ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ളത്, 156 പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ളത്. ഇനി അടുത്തത് നമുക്കുള്ളത് check whether 1156 and 2800 are perfect square using prime factorization. ഇത് രണ്ടും പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് അറിയണം. അപ്പോൾ ഇത് ഈവൻ നമ്പർ ആണോ? ഈവൻ നമ്പർ വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം 1156 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണേ? 578 കിട്ടും. ഇനി നമ്മൾ വീണ്ടും ഈവൻ നമ്പർ കിട്ടി. അപ്പോൾ അതിനെ ഏത് കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 289 കിട്ടും. 289 എന്ന് പറയുന്നത് 17 കൊണ്ടാണ് ഡിവിസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ 17 കൊണ്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി അടുത്തത് 2800. 2800നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1400 കിട്ടും. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 700 കിട്ടും. ഇതിന് നമ്മൾ 7 എന്ന് പറയുന്ന പ്രൈം നമ്പർ എടുക്കാം, അല്ലെങ്കിൽ 2 എന്ന് പറയുന്ന ഏതെങ്കിലും എടുക്കാം, വേണമെങ്കിൽ 5 കൊടുക്കാം. ഇങ്ങനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 50 കിട്ടും. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 10 കിട്ടും. പിന്നെ 2 എടുക്കാം, പിന്നെ 5 എടുക്കാം. അപ്പോൾ ഈ 1156ൻ്റെ പ്രൈം ഫാക്ടേഴ്സ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 × 2 × 17 × 17 എന്നാണ് വന്നത്. അപ്പോൾ ഇത് പെയറിലാണ് വന്നിരിക്കുന്നത്. പെയറിലാവുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൻ്റെ 2 സ്ക്വയർ × 17 സ്ക്വയർ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 17 ഓൾ സ്ക്വയർ എന്ന് പറയണതാണ് ഏത് നമ്പർ? 1156. അപ്പോൾ 2 × 17 എന്ന് പറയുമ്പോൾ ആൻസർ 34. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 1156 എന്ന് പറയുന്നത് എത്രയാണ്? 34 ആണ്. അപ്പോൾ നമുക്ക് പറയാം 1156 എന്ന് പറയുന്നത് എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ നമ്പറാണ്. ഇനി ഇതിൽ നമുക്ക് നോക്കുമ്പോൾ 2 പെയർ ആയിട്ട് വരുന്നുണ്ട്, പക്ഷേ 7 പെയർ അല്ല. ഇവിടെ 2 പെയർ ആണ്, ഇവിടെയും 5 പെയർ ആണ് വരുന്നത്. പക്ഷേ ഇത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല, കാരണം 7 പെയറിലല്ല വന്നിരിക്കുന്നത്. വി കനോട്ട് പെയർ അപ്പ് 7, സോ ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. ഇനി വി ക്യാൻ എസ്റ്റിമേറ്റ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ലാർജർ പെർഫെക്റ്റ് സ്ക്വയർ ബൈ ലുക്കിംഗ് അറ്റ് ദ ക്ലോസസ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ വി ആർ ഫെമിലിയർ വിത്ത് ആൻഡ് ദെൻ നാരോയിങ് ഡൗൺ ദ ഇൻ്റർവൽ ടു ദ സെർച്ച്. ഇപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 1936 ഇതിന് സ്ക്വയർ റൂട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് നമ്മളിത് ഏതിൻ്റെ നമ്പറിൻ്റെ ഇടയ്ക്കാണ് കിടക്കണേ നോക്കുക. 10 സ്ക്വയർ 100, അപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇനി ഒരു 30 സ്ക്വയർ നോക്കുക. 30 സ്ക്വയർ എന്ന് പറയുമ്പോൾ 900 ആണ് വന്നത്. 40 സ്ക്വയർ ചെയ്ത് നോക്കുക. 40 സ്ക്വയർ 1600. 50 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2500. അപ്പോൾ എന്തായാലും 40 സ്ക്വയറിൻ്റെയും 50 സ്ക്വയറിൻ്റെ ഇടയ്ക്കാണ് ഏത് നമ്പർ വന്നത്? 1936 എന്ന് പറയുന്ന നമ്പർ വരുന്നത്. ഇനി ഇത് കുറച്ചും കൂടി ആർക്കടെ അടുത്താന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു 45 സ്ക്വയർ എടുക്കുക. 45 സ്ക്വയർ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. ഒരു ഈസി മെത്തേഡ് ഉണ്ട്. 5ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25 അത് ചെയ്ത്. ഇനി 4 കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് നമ്പർ ചെയ്ത്, നെക്സ്റ്റ് നമ്പർ ഏതാ പറഞ്ഞാൽ 5. 4ഉം 5ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ 2025 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉറപ്പായിട്ടും ഏത് നമ്പറിൻ്റെ ഇടയ്ക്കാണ്? 40 സ്ക്വയറിൻ്റെയും 45 സ്ക്വയറിൻ്റെയും ഇടയ്ക്കാണ് വരുന്നത്. കാരണം 45 സ്ക്വയർ എന്ന് പറയുന്നത് 2025ഉം 40 സ്ക്വയർ എന്ന് പറയുന്നത് 1600. നമുക്ക് കിട്ടേണ്ട നമ്പർ 1936. ഇതിൻ്റെ ലാസ്റ്റത്തെ ഡിജിറ്റ് 6 അല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും ഓഡ് നമ്പേഴ്സ് വേണ്ട. 41 സ്ക്വയറും വേണ്ട, 43 സ്ക്വയറും വേണ്ട. പിന്നെ പോസിബിലിറ്റി ഏതാ ഉള്ളത്? 42 സ്ക്വയറും ഉണ്ട്, 44 സ്ക്വയറും ഉണ്ട്. 42 സ്ക്വയർ എന്ന് പറയുന്നത് 2 സ്ക്വയർ 4 ആണ്. അപ്പോൾ അത് നോക്കേണ്ട കാര്യമില്ല. 44 സ്ക്വയർ നോക്കുക. 44 സ്ക്വയറിൽ 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 16 വന്നത്. അപ്പം ഇത് ആരിനോട് അടുത്തായിരിക്കും വരുന്നത്? 44 സ്ക്വയറിൻ്റെ അടുത്തായിട്ടായിരിക്കും. 44 സ്ക്വയറിനോ 45 സ്ക്വയറോ ആണ് വന്നത്. അപ്പോൾ നമ്മൾ 44 സ്ക്വയർ എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 44 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1936 ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇത് എന്ത് എഴുതി? 40ക്കും 50ക്കും ഇടയിലാണ് എഴുതി. പിന്നെ നമ്മൾ 45ക്കും 40ക്കും ഇടയിലാണ് കിട്ടി. കാരണം 45 എന്ന് പറയുമ്പോൾ 2025 ആണ് വരുന്നത്. പിന്നെ നമ്മൾ ഓഡ് നമ്പേഴ്സ് എല്ലാം എലിമിനേറ്റ് ചെയ്തു, കാരണം ഇതിൻ്റെ ലാസ്റ്റത്തെ ഡിജിറ്റ് 6 ആണ്. അപ്പോൾ ഒന്നുകിൽ 2ൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ 4ൻ്റെ സ്ക്വയർ. 2ൻ്റെ സ്ക്വയർ 4 ആണ്, 4ൻ്റെ സ്ക്വയർ 16 ആണ്. എന്നിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 1936 എന്ന് പറയുന്നത് 44 ആണ് കിട്ടി. ഇനി അരിബാമ ആൻഡ് ബിജോയ് പ്ലേസ് എ ഗെയിം. ഇവർ രണ്ടുപേരും കൂടി ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. വൺ സേസ് എ നമ്പർ ഓഫ് ദ അതർ റിപ്ലേസ് വിത്ത് ദ സ്ക്വയർ റൂട്ട്.
ഒരാൾ നമ്പർ പറയുമ്പോൾ അടുത്തയാൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് പറയും. അപ്പം അരിബാം എത്ര പറഞ്ഞു? 25 പറഞ്ഞു. ബിജോയ് അപ്പോൾ ക്വിക്ക്ലി 25ൻ്റെ സ്ക്വയർ റൂട്ട് 5 ആണെന്ന് പറഞ്ഞു. ഇനി ബിജോയ് 81 എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തയാൾ 9 ആണെന്ന് പറഞ്ഞു. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം അരിബാം ഈ 250 എന്നു. അപ്പോൾ ബിജോയ്ക്ക് ആൻസർ പറയാൻ പറ്റില്ല. ഈ 250യുടെ സ്ക്വയർ റൂട്ട് എത്രയാണെന്ന് അറിയാൻ പാടില്ല. അപ്പം അവൻ പറഞ്ഞു ഞാൻ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പം പറയാണ് ബിജോയുടെ അടുത്ത് നിനക്ക് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് 250യുടെ ക്ലോസസ്റ്റ് ആരാ കിടക്കണമെന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം നമുക്കറിയാം 10 സ്ക്വയർ എന്ന് പറയുന്നത് 100 ആണ്, 20 സ്ക്വയർ എന്ന് പറയുന്നത് 400 ആണ്. ഇനി നമ്മൾ 15 സ്ക്വയർ നോക്കുക. 15 സ്ക്വയർ എന്ന് പറയുമ്പോൾ 225 ആണ്. അപ്പം നമ്പർ എന്തായാലും 225 കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പം എന്തായാലും എന്തിൻ്റെ ഇടയ്ക്കാണ് വന്നത്? 15 സ്ക്വയറിൻ്റെയും 20 സ്ക്വയറിൻ്റെ ഇടയ്ക്കാണ് വന്നത്. 15 സ്ക്വയർ കഴിഞ്ഞിട്ട് 15 സ്ക്വയറിൻ്റെ തൊട്ടടുത്ത് കഴിഞ്ഞിട്ടുള്ള നമ്പർ 16 സ്ക്വയർ ആണ് വന്നത്. 15 സ്ക്വയർ എന്ന് പറയുമ്പോൾ 225ഉം 16 സ്ക്വയർ എന്ന് പറയുമ്പോൾ 256 ആണ് വരുന്നത്. ഇതിൻ്റെ അടുത്ത് നോക്കാൻ നേരത്താണ് ഏതാ നമ്പർ 250. അപ്പോൾ ഇത് നോക്കിക്കേ, ഇവിടെ 25 നമ്പറിൻ്റെ ഡിഫറൻസ് ഉണ്ട്, ഇവിടെ 6 നമ്പറിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 250 എന്ന് പറയുന്ന അപ്രോക്സിമേറ്റ്ലി എത്ര വരും? ഇത് നമ്മൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 16 ആയിട്ട് എഴുതാൻ പറ്റും. 16 താഴെയാണ്, പക്ഷേ എന്നാലും അപ്രോക്സിമേറ്റ്ലി 16 എന്ന് പറയാൻ പറ്റും. ഇനിയും അഖിൽ ഹാസ് എ സ്ക്വയർ പീസ് ഓഫ് ക്ലോത്ത് ഓഫ് ഏരിയ 125. ഇത് 1 മാർക്കായിട്ട് ചോദിക്കാവുന്നതാണ്. ഒരു സ്ക്വയർ പീസ് ക്ലോത്ത് ഉണ്ട്, അതിൻ്റെ ഏരിയ 125 ആണ്. ഇനിയും അഖിലിന് അറിയണം ഇത് കട്ട് ചെയ്യുമ്പോൾ സ്ക്വയർ ഹാൻഡ് കർച്ചീഫിന് സൈഡ് 15 സെൻറ്റിമീറ്റർ കിട്ടുമോ? കിട്ടിയില്ലെങ്കിൽ ഏറ്റവും മാക്സിമം സൈസിൽ ഹാൻഡ് കർച്ചീഫ് കിട്ടുന്നത് എത്രയാണ്? അപ്പോൾ നമ്മൾ സ്ക്വയർ റൂട്ട് ഓഫ് 125 സൈഡ് ഇൻറ്റു സൈഡ് എന്ന് പറയുകയാണല്ലോ ഏരിയ വന്നത്. അപ്പം 10 സ്ക്വയർ എന്ന് പറയുന്നത് 100 ആണെന്നറിയാം. 15 സ്ക്വയർ 225, അപ്പോൾ അത് നോക്കണ്ട. 11 സ്ക്വയർ എന്ന് പറയുമ്പോൾ 121. 121 അടുത്താണ് 125 തന്നെ. അപ്പോൾ 15 സെൻറ്റിമീറ്റർ എടുക്കാൻ പറ്റില്ല. 15 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 225 ഒരു സൈഡ് വന്നത്. അപ്പോൾ 15 ഇൻറ്റു 15 എന്ന് പറയുമ്പോൾ 225 വരും. ഈ 225 എന്തല്ല വലിയ ഇതിൽ നമുക്ക് ഒരു സൈഡ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്ന ലെങ്ത് എത്രയാണ്? 11 ആണ്. കാരണം 121 ആണ്, ഇതിൽ താഴെയാണ്, കറക്റ്റ് സ്ക്വയർ പീസ് കിട്ടുകയും ചെയ്യും. അപ്പം 12 സ്ക്വയർ കൊടുക്കാൻ പറ്റില്ല, 144 ആണ്. അത് ഗ്രേറ്റർ ആകുമ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടില്ല. ഇപ്പോൾ കറക്റ്റ് ലെങ്ത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഏതാണ്? 11 സെൻറ്റിമീറ്ററിൻ്റെ ലെങ്ത് ആയിട്ടുള്ളതാണ് എടുക്കാൻ പറ്റുന്നത്. ഇനി അടുത്തത് ഫിഗർ ഇറ്റ് ഔട്ട് ആണ്. ഫിഗർ ഇറ്റ് ഔട്ടിൽ നെക്സ്റ്റ് പോർഷൻ ചെയ്യാം. ഇതിൻ്റെ അകത്ത് ക്ലാസ് 6 മുതൽ 10th വരെയുള്ള എല്ലാ വീഡിയോസും അവൈലബിൾ ആണ്, എല്ലാവരും കണ്ടു നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ആർ നോട്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്? ഏതൊക്കെ നമ്പേഴ്സാണ് ഇതിൻ്റെ അകത്ത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ലാത്തത്? പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തതിൻ്റെ നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. എൻഡിങ് ഡിജിറ്റ് അല്ലെങ്കിൽ 1's ഡിജിറ്റ് 2, 8, പിന്നെ ഒരു ഒറ്റയ്ക്കായിട്ട് ഒരു 0 കൊടുക്കുക, പിന്നെ 7 വരിക, 3 വരിക. ഇങ്ങനെ വരുന്നതിനൊന്നും എന്തില്ല, ലാസ്റ്റ് ഡിജിറ്റിൻ്റെ അകത്ത് എൻഡിങ് ഡിജിറ്റ് അല്ലെങ്കിൽ 1's ഡിജിറ്റ് ഇതൊക്കെ വരുവാണെങ്കിൽ ഒരിക്കലും അതിന് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഉണ്ടാവില്ല. അപ്പം ഇവിടുത്തെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ല. പിന്നെ ഇവിടുത്തെ എൻഡിങ് ഡിജിറ്റ് 8 ആണ്, ഇതും ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഇതും 7 ആണ്, ലാസ്റ്റ് ഡിജിറ്റ് 7 ആണ്, അത് കാരണം ഇതും ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. പക്ഷെ 1089ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 9 ആണ്. മേ ഓർ മേ നോട്ടിനെ പറയാൻ പറ്റുള്ളൂ, പെർഫെക്റ്റ് ഉറപ്പായിട്ടും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. 1089 ends in 9 at the units place, hence it is a perfect square. അപ്പോൾ ഇത് കാരണം ഇത് എന്തെന്ന് പറയാം, പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് പറയാൻ പറ്റും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ എമംഗ് 64 സ്ക്വയർ, 108 സ്ക്വയർ, 292 സ്ക്വയർ, 36 സ്ക്വയർ ഹാസ് ദ ലാസ്റ്റ് ഡിജിറ്റ് 4? ഇതിൻ്റെയൊക്കെ സ്ക്വയർ എടുക്കുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 4 വരുന്ന ഏതിനൊക്കെയാണെന്ന് ചോദിച്ചേക്കണേ. അപ്പോൾ 64 സ്ക്വയർ 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ഏതാ വരുന്നത്? 16 ആണ് വരുന്നത്. അപ്പോൾ 1's ഡിജിറ്റ് 6 ആണ്, അപ്പോൾ അതിൻ്റെ അകത്ത് വരില്ല. ഇനി 8 സ്ക്വയർ എന്ന് പറയുമ്പോൾ 64 ആണ് വരുന്നത്, അതിൻ്റെ 1's ഡിജിറ്റ് എത്രയാണ്? 4 ആണ് വരുന്നത്, അപ്പോൾ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇനി 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 4 ആണ് വരുന്നത്, അതിൻ്റെ 1's ഡിജിറ്റ് 4 ആണ്, അപ്പോൾ ഇവിടെയും ലാസ്റ്റ് ഡിജിറ്റ് 4 വരെ. പിന്നെ 6 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 36 ആണ് വരുന്നത്, അതിൻ്റെ ഡിജിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 6. അപ്പോൾ 6 എൻഡ് ചെയ്യുന്നത് 4ലാണ്. അപ്പോൾ ഏതൊക്കെ കേസിലാണ് വരുന്നത്? 108ൽ ലാസ്റ്റ് ഡിജിറ്റ് 8 വരും,
അല്ല 4 വരും. അതുപോലെ തന്നെ 292ലും യൂണിറ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 4 വരും. വേറെ ഒന്നിലും വരില്ല. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഗിവൺ ദാറ്റ് 125 സ്ക്വയർ ഈസ് ഈക്വൽ ടു 15625, 15,625. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 126 സ്ക്വയർ? 126 സ്ക്വയർ എത്രയാണ്? അപ്പം 126 സ്ക്വയർ കണ്ടുപിടിക്കാൻ പല മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. ഏത് മെത്തേഡാണ് ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. ഇതിൽ നമുക്ക് 125 സ്ക്വയർ എന്ന് പറയണത് 15625 തന്നിട്ടുണ്ട്. അപ്പം 126 സ്ക്വയർ എന്ന് പറയണത് 125 സ്ക്വയറിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്ത് വെച്ചാൽ മതി? 126th ഓഡ് നമ്പർ ആഡ് ചെയ്ത് വെച്ചാൽ മതി. 126th